ഇബെല്ല പേര് കേൾക്കുമ്പോൾ എന്തോ കടുപ്പം പിടിച്ച വൈറസിൻ്റെ പേര് പോലെ തോന്നും. അത് ഇബോള, മറ്റത് ഷിഗല്ല. പേരിൻ്റെ ഞാൻ ഒരുപാട് പാടുവട്ടം തോന്നി. എനിവേസ്, ഇത് ടൊയോട്ടയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഓഫറിംഗ് ആണ്, ദി അർബൻ ക്രൂസർ ഇബെല്ല. വെൽക്കം ബാക്ക് ടു ഓൾ തിങ്സ് കൺസിഡേർഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇവനാണ്. ആർക്കാണ് ഇബെല്ല? എന്തിനാണ് ഇബെല്ല? വാട്ട്സ് എ പർപ്പസ് ഓഫ് ദിസ് വെഹിക്കിൾ? എന്തുകൊണ്ട് ഒരാൾ ഈ വിറ്റാരയുടെ മേളിൽ ഈ വാഹനം വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ് നമ്മൾ എടുക്കാൻ പോണത്. വെൽക്കം ബാക്ക്. ഏതായാലും ഇബെല്ലയുടെ ഫ്രണ്ട് എൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിസൈൻ ഈ വിറ്റാരയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അതായത് ടൊയോട്ടയുടെ ഇപ്പോഴത്തെ പുതിയ ന്യൂവർ ജനറേഷൻ വെഹിക്കിൾസിന് എല്ലാത്തിനും കാണുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോബൽ വെഹിക്കിളായിട്ട് തന്നെയാണ് ടൊയോട്ട ഇത് പിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ വരുന്ന ക്യാമറി ഇല്ലെങ്കിൽ പുറത്തുള്ള പ്രിയസ് അതിൻ്റെയൊക്കെ ഡിസൈനിൽ നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ ടൊയോട്ട പിടിച്ചിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഹൈ ബീം ലോ ബീം ഇതിൽ തന്നെയാണ്. DRL ഇതിലാണ് വരുന്നത്. അത് തന്നെയാണ് ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ടിൽ ടൊയോട്ടയുടെ ലോഗോ കാണാം. ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് കാണാം. ഫ്രണ്ടിൽ 1, 2, 3, 4 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇവിടെയായിട്ട് നമുക്ക് ഫങ്ഷണലായിട്ടുള്ള എയർ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും എയർ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇബെല്ലയിലും ഈ വിറ്റാറിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ വിറ്റാറിൽ ഇവിടെയായിട്ട് ഒരു അഡീഷണൽ ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് കാണാം. ഇബെല്ലയിൽ വന്നിട്ട് ആ ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇബെല്ലയുടെ ബോണറ്റ് ഒന്ന് കാണാം. ഈ വിറ്റാറിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയായിട്ടാണ് എൻ്റെ ലാച്ച് വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നല്ല ടൈറ്റ്ലി പാക്ഡ് ആണ്. ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കാനുള്ള പ്രൊവിഷനും കാണുന്നില്ല. ഇവിടെ നമ്മുടെ 12 വോൾട്ടിൻ്റെ ഓക്സിലറി ബാറ്ററി കാണാം. ഇവിടെ ഹൈ വോൾട്ടേജ് നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂയിഡിൻ്റെ പോർഷൻ, കൂളൻറ്റിൻ്റെ റിസർവെയർ, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് സ്റ്റോറേജ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇബെല്ലയുടെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഈ വിറ്റാരയുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ ഡിസൈൻ വളരെ ഫെമിലിയർ ആയിരിക്കും. പ്രത്യേകിച്ച് വീലാണെങ്കിലും ഇതിൻ്റെ സൈഡിലെ ഡിസൈൻ ആണെങ്കിലും എല്ലാം ഈ വിറ്റാരയിൽ നിന്ന് നേരെ ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ചാസി, ഇതിൻ്റെ ബോഡി പാനൽസ്, ഇതിൻ്റെ വീൽസ്, ഇതിൻ്റെ ബാറ്ററി പാക്ക്, ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ, ഇൻറ്റീരിയേഴ്സ് എല്ലാം ഈ വിറ്റാരയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്തിരിക്കുന്നതാണ്. ഇത് കോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ബേസിക്കലി ഈ വിറ്റാര അതിൻ്റെ ഒരു ടൊയോട്ട ടേക്കാണ് ഇബെല്ല എന്ന് പറയുന്നത്. ഇബെല്ലയിൽ വന്നിട്ട് ഈ വിറ്റാറിൽ വരുന്ന അതേ അലോയ്സ് ആണ് വരുന്നത്, അതേ ടയേഴ്സും ആണ് വരുന്നത്. MRF വാണ്ടറിൻ്റെ ഇക്കോട്രെഡിൻ്റെ 225, 55, 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. എയറോസ്പെക്കാണ്. ഇതിൽ പ്ലാസ്റ്റിക് ഇൻസേർട്സ് ഉണ്ട്. നമുക്ക് ഈ ലഗ്നട്ട് ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇൻസേർട്സ് ഊരി മാറ്റാൻ പറ്റും. ഇതേ സൈസിൽ ഇതേ ഡിസൈനിലുള്ള ഒരു ഫുൾ സൈസ് അലോയ് സ്പെയർ വീലാണ് ഇബെല്ലയിൽ ടൊയോട്ട കൊടുക്കുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കി ഡിസൈൻ എലമെൻറ്റ്സിലേക്കൊന്ന് പോകാം, ബാക്കിലേക്ക് പോകാം. ഇങ്ങനെയാണ് ഇബെല്ലയുടെ ഒരു റിയറിൻ്റെ ഡിസൈൻ ഇല്ലെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വിറ്റാരയുടെ വളരെ സാമ്യമുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലൈറ്റിംഗ് എലമെൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. ഒരു പിക്സൽ ടൈപ്പ് ഇങ്ങനെ ഡോട്ട് പോലെ വന്നിരിക്കുന്ന ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ബ്രേക്കിനും പാർക്ക് ലൈറ്റിനും കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റ്സും ഇവിടെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇബെല്ല എന്നുള്ള ബാഡ്ജ് കാണാം, ടൊയോട്ടയുടെ ബാഡ്ജ് കാണാം, അർബൻ ക്രൂസർ എന്നുള്ള ബാഡ്ജ് കാണാം. ബാക്കിൽ വൈപ്പറുണ്ട്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പുണ്ട്, വാഷറുണ്ട്, ഡീഫോഗറുണ്ട്. താങ്ക് യു. ടൊയോട്ട ഏതായാലും അത് അവോയ്ഡ് ചെയ്തിട്ടില്ല. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ വലിയൊരു റിയർ ബമ്പർ കാണാം. അതൊരു മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. റിയർ റിവേഴ്സിങ് ക്യാമറയ്ക്കുള്ള യൂണിറ്റ് നമുക്കിവിടെ കാണാം. ബാക്കിൽ 1, 2, 3, 4 4 അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബൂട്ട് ഒന്ന് കാണാം. ഈ വിറ്റാറിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ പിന്നിലായിട്ടാണ് ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ ബട്ടൺ വരുന്നത്. നമ്മളതിൽ പ്രസ് ചെയ്യുന്നു, നേരെ ഓപ്പൺ ആവും. മാനുവൽ ബൂട്ട്സ് ആണ്. നമുക്കതിന് ഹൈഡ്രോളിക് സ്റ്റഡ്സാണ് വരുന്നുള്ളൂ, മോട്ടറൈസ്ഡ് അല്ല. ഈ വിറ്റാരയുടെ സെയിം ബൂട്ട് സ്പേസ് തന്നെയാണ്, 245 ലിറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് JBLൻ്റെ 9 സ്പീക്കർ ഓഡിയോയുടെ ഒരു സബ്വൂഫർ കാണാം ഇവിടെയായിട്ടാണ്. പിന്നെ ബൂട്ടിലൊരു ലാമ്പിന് പ്ലേസ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ ലാമ്പിന് സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നമ്മളിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇടുമ്പോഴേ ലാമ്പ് കത്തുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഒരുപാടൊരു ബൂട്ട് സ്പേസ് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഈ വിറ്റാര ആണെങ്കിലും ഈ ബെല്ല ആണെങ്കിലും നോക്കരുത്.
ഇതൊരു വളരെ ഒരു ഹാച്ച് ബാക്ക് പ്രൊപ്പോർഷൻസിലുള്ള ഒരു ബൂട്ട് സ്പേസ് മാത്രമേ നമുക്ക് ഇബെല്ലയിൽ കിട്ടുന്നുള്ളൂ. പിന്നെ ഇബെല്ലയിൽ വന്നിട്ട് നമുക്കൊരു ഫുൾ സൈസ് അലോയ് വീല് തന്നെയാണ് സ്പെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആരും സ്പെയർ വീല് തന്നെ കൊടുക്കാറില്ല. ഇനി കൊടുത്താൽ തന്നെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു വീലായിരിക്കും കൊടുക്കുന്നത്. ഈ ടൊയോട്ട എന്തായാലും ആ കാര്യത്തിൽ ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റെഗുലർ അലോയ് വീൽസ് എങ്ങനെയാണോ അതേ അലോയ് വീൽസ് തന്നെയാണ്, ഫുൾ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ സുസുക്കിയുടെ ബാഡ്ജ് എടുത്ത് കളയാൻ മറന്നുപോയി, അത് സാരമില്ല. പിന്നെ ഈ സ്പെയർ വീൽ ഇരിക്കുന്ന പോർഷനിൽ തന്നെ ഇതുപോലൊരു തെർമോക്കോളിൻ്റെ ഒരു സാധനമുണ്ട്. അതിലാണ് നമ്മുടെ ഈ വാർണിംഗ് ട്രയാങ്കിൾ, 3.3 kW സ്ലോ ചാർജർ, നമ്മുടെ ജാക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്യാം. ഇബെല്ലയുടെ ബൂട്ട് കണ്ടു. ഇനി നമുക്ക് ഇവൻ്റെ ചാർജിങ് പോർട്ട് നോക്കാം. ഈ വിറ്റാരയുടെ അതേ പൊസിഷനിൽ തന്നെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. വെഹിക്കിൾ അൺലോക്ക് ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ആൻഡ് റിലീസ് ചെയ്യുക, ഓപ്പൺ ആവും. ഇത് നമ്മുടെ വീട്ടിൽ ഹോം ചാർജിങ്ങിനുള്ള പ്രൊവിഷനാണ്. ഈ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ DC ചാർജിങ്ങിനുള്ള പ്രൊവിഷൻ നമുക്ക് കാണാം. അപ് ടു 60 kW ആണ് ഇതിൻ്റെ DC ചാർജിങ് സപ്പോർട്ട്. AC ചാർജിങ് മാക്സിമം 7.4 kW ആണ്. അത് ഓപ്ഷണൽ ആക്സറിയാണ്, നമ്മൾ പെയ്ഡായിട്ട് വാങ്ങിക്കണം. കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ നേരത്തെ ബൂട്ടിൽ കണ്ട ചെറിയ ഒരു 3.3 kW ചാർജർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്കിനി ഇബെല്ലയുടെ ഉള്ളിൽ കയറി നിന്നിട്ട് ബാക്കി പറയാം. അകത്തേക്ക് കയറാനും ഇറങ്ങാനും ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ വിറ്റാറിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇതിലും പറയാനുള്ളൂ. എന്തായിരുന്നോ ഈ വിറ്റാര അത് തന്നെയാണ് ഇബെല്ല. ഇവിടുത്തെ ഈ ഒരു ബാഡ്ജ് ഞാനിങ്ങനെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇബെല്ല തന്നെയാണ് ഈ വിറ്റാര തന്നെയാണ് ഇബെല്ല. ഒരു മാറ്റമില്ല. അതേ MID ആണ് കൊടുത്തിരിക്കുന്നത്. അന്ന് പറഞ്ഞ അതേ ഒരു അലൈൻമെൻറ്റ് പ്രോബ്ലം ഇവിടെയുണ്ട്. അതേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ വിറ്റാരയ്ക്ക് പകരം ഇബെല്ലയുടെ പടമാക്കിയിട്ടുണ്ട്. ബാക്കി സിസ്റ്റവും കാര്യങ്ങൾ, ക്യാമറ, അതിൻ്റെ അന്ന് പറഞ്ഞ ആ ക്വാളിറ്റി ഓർ ദ ലാക്ക് ദെയർ ഓഫ്, എല്ലാം ഡിറ്റോ സെയിം. പിന്നെ സ്റ്റിയറിംഗ് വീല്, ഈ ഒരു സ്വിച്ച്, ഈ ഒരു ലോഗോ അല്ലാതെ ബാക്കി ഒന്നും വ്യത്യാസമില്ല. സ്റ്റിയറിംഗിലെ സ്വിച്ചുകൾ, ബാക്കിൽ വരുന്ന സ്റ്റോക്കിലെ സ്വിച്ചുകൾ, ഈ ഡോർ പാനൽ വരുന്ന ആംബിയൻ ലൈറ്റ്സ്, ഇതിൻ്റെ ലിവറുകൾ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ്, മെറ്റീരിയൽസ്, ഈ പാറ്റേൺ, സ്വിച്ച് ഗിയർ, ഈ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ഞാൻ ഈ വിറ്റാരുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല രസമുണ്ടെന്ന്. അതിവിടെ ഉണ്ട്. എന്താ ഇവിടുത്തെ കപ്പ് ഹോൾഡർ, ഇവിടെ ഒരു വയർലെസ് ചാർജറിൻ്റെ പോർഷൻ ഉണ്ട്. ഗിയർ ലിവർ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഗിയർ ലിവറാന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇതുവരെ കാണാത്തൊരു ഡിസൈൻ, അതിവിടെ ഉണ്ട്. സെൻട്രൽ കൺസോള്, സീറ്റുകൾ, ഹെഡ് റെസ്റ്റുകൾ, ഇൻസൈഡ് റിയർ വ്യൂ മിറർ, ഈ ഒരു പാനല്, ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് റൂഫ്, അതിൻ്റെ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഷെയ്ഡ്, ബാക്കിലെ സീറ്റുകൾ എല്ലാം ഡിറ്റോ സെയിം. അതായത് ഈ ബാഡ്ജ് ഞാനിങ്ങനെ മറച്ചു പിടിച്ചാൽ ദിസ് ഈസ് ഈ വിറ്റാര, അല്ലാതെ ഇത് ടൊയോട്ട ആണെന്ന് അകത്തിരുന്ന് മനസ്സിലാക്കാൻ യാതൊരു തരത്തിലുള്ള ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടേഴ്സും ഇല്ല. ഇങ്ങനെയാണ് ഇബെല്ലയുടെ ഒരു ബാക്ക് സീറ്റ് വരുന്നത്. ഈ വിറ്റാര തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ ഇരുന്നാലും ഇത് ടൊയോട്ടയുടെ വെഹിക്കിളാണ്, ഇല്ലെങ്കിൽ ഇത് ഈ വിറ്റാര അല്ല എന്ന് ഫീൽ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു സാധനങ്ങളും ഇല്ല. ഒരു ടൊയോട്ടയുടെ ലോഗോ ഇല്ല, ഇല്ലെങ്കിൽ ടൊയോട്ടയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആ ചേച്ചി വിളി കേട്ടു ഒന്നുമില്ല. ക്യാൻസൽ അത് കേട്ടു. ഈ വിറ്റാരയ്ക്ക് മേളിൽ എന്തുകൊണ്ട് ഇബെല്ല കൺസിഡർ ചെയ്യണം? അല്ലാതെ നമ്മൾ ഈ 1-to-1 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ബേസിക്കലി ദ സെയിം കാർ. വ്യത്യാസമൊന്നും ഇല്ലെന്നേ, ഒരു വ്യത്യാസമില്ല. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ്സ് ഡിഫറൻസ് ഉണ്ട്, എഗ്രീഡ്. പിന്നെ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ്, ഇപ്പം ടെയിൽ ലാമ്പിനകത്ത് മാരുതിയുടെ വന്നിട്ടിങ്ങനെ 3 ഡാഷ് പോലെയാണ്. ബേസിക് ഔട്ട്ലൈൻ സെയിം ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത്. ഇൻറ്റീരിയർ നത്തിങ് അപ്പാർട്ട് ഫ്രം ദി സ്റ്റിയറിംഗ് വീലിലെ ലോഗോ, അതല്ലാതെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ പറഞ്ഞു വന്ന് ഈ വിറ്റാര എടുക്കാതെ ഇതെടുക്കാനായിട്ടുള്ള എന്ത് റീസണാണുള്ളതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ കൺവിൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇബെല്ല ഇസ് ദ കാർ ഫോർ യു, അതല്ലെങ്കിൽ യു ഗോ ഫോർ ഈ വിറ്റാര. ഈ വിറ്റാരയിൽ 3 വേരിയൻസ് ഉണ്ട്. ആൽഫ ടോപ്പ് മോഡൽ, ഡെൽറ്റ ഉണ്ട്, സിഗ്മ ഉണ്ട്. ഇതിൽ വന്നിട്ട് ഒരേ ഒരു വേരിയൻ്റ് ഉള്ളൂ ഇബെല്ലയ്ക്ക്, E5 എന്ന് പറയുന്ന ടോപ്പ് വേരിയൻറ്റ്. അതായത് 61 kWh ബാറ്ററി വരുന്നുണ്ട്. IDC റേഞ്ച് എന്ന് പറഞ്ഞാൽ 540 സംതിങ് ആണ്, കിട്ടത്തില്ല. ഒരു 430-440 മാക്സിമം. റിയൽ വേൾഡ് ഡ്രൈവിംഗ് കണ്ടീഷൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 430-440 കിലോമീറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഒരു 45 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഒരു 85-90% വരെയൊക്കെ ചാർജ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 60 kW ആണ്
ചാർജിങ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീട്ടിലെ ഹോം ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 7.4 kW വരുന്നുണ്ട്. ഇതെല്ലാം ബേസിക്കലി സെയിം തന്നെയാണ്. രണ്ട് വണ്ടികളും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഡിഫറൻസ്, ഇതൊരു ടൊയോട്ടയാണ്. ടൊയോട്ട ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബ്രാൻഡിങ് ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആവും. രണ്ട്, മാരുതി സുസുക്കിനെ അപേക്ഷിച്ച് ടൊയോട്ടയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ഇപ്പോൾ ഈ ബെല്ല എന്ന് പറയുന്ന സിംഗിൾ മോഡൽ സർവീസ് ചെയ്യാനായിട്ട് എല്ലാ സർവീസ് സെൻറ്ററിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബേയും ഉണ്ട്. ഇപ്പം ഈ വിറ്റാര എന്ന് പറയുമ്പോഴത്തേക്ക് മാരുതി സുസുക്കിയുടെ സ്പെഷ്യൽ ഷോറൂമുകൾ, അതായത് നെക്സ പോലെയുള്ള പ്രീമിയം ഷോറൂമുകളിൽ മാത്രമേ അതിന് സർവീസ് കിട്ടുള്ളൂ. അവിടെ എല്ലാ വെഹിക്കിൾസും വരുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഈ വിറ്റാരയും വരുന്നത്. അതായത് ഇപ്പം ബെലേനോ അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും ഈ വിറ്റാരയും സർവീസ് ചെയ്യുന്നത്. പക്ഷേ ടൊയോട്ടയിൽ എക്സ്ക്ലൂസീവായിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ടെക്നീഷ്യൻസും അവൈലബിൾ ആണ്. രണ്ട്, വാറണ്ടിയിൽ മേജർ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതങ്ങനെ ഓവർലുക്ക് ചെയ്ത് പോകുന്ന സാധനമാണ്. ഈ വിറ്റാരിൽ 8 years അല്ലെങ്കിൽ 1,60,000 kilometers ആണ് ബാറ്ററി വാറണ്ടി. ബാറ്ററി, ഡ്രൈവ് ട്രെയിൻ എല്ലാം സെയിം തന്നെയാണ്. ടൊയോട്ട ഗീവ്സ് മോർ ഓഫ് എ പീസ് ഓഫ് മൈൻഡ്, അതാണ് ഞാൻ പറയുന്നത്. 8 years 1,60,000 പകരം 8 years 2,00,000 kilometers ടൊയോട്ട വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ മോട്ടറിന് വാറണ്ടി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 8 years 1,60,000 kilometers. പിന്നെ വെഹിക്കിൾ വാറണ്ടി 3 years അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് രണ്ടുപേരും കൊടുക്കുന്നത്. പക്ഷേ ടൊയോട്ടയിൽ വന്നിട്ട് അത് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി അപ് ടു 5 years അല്ലെങ്കിൽ 2,00,000 kilometers വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കിലോമീറ്റർ വേണ്ട, ജസ്റ്റ് ഇയേഴ്സ് മാത്രം മതി. ഇപ്പോൾ ഒരുപാട് കിലോമീറ്റർ യാത്രയില്ലാത്തവർക്ക്, എനിക്ക് കുറച്ച് നാൾ വണ്ടി കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് 5 years ആയിട്ട് മാത്രം അപ്ഗ്രേഡ് ചെയ്യാം. കിലോമീറ്റർ വിൽ സ്റ്റേ അറ്റ് 1,00,000 kilometers. അതൊരു ഒരു ഫ്ലെക്സിബിൾ വാറണ്ടി ഓപ്ഷൻ ടൊയോട്ടയ്ക്ക് അവൈലബിൾ ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വിറ്റാറിലാണെങ്കിലും ഇബെല്ലയിലാണെങ്കിലും രണ്ട് പേരും ബാറ്ററി സോഴ്സ് ചെയ്തിരിക്കുന്നത് BYD എന്നാണ്. ബ്ലേഡ് സെൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. LFP ആണ് കെമിസ്ട്രി. അപ്പോൾ ഈ ഇഫ് സംതിങ് വെയർ ടു ഹാപ്പൻ ടു ദ ബാറ്ററി, എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു എന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയി എന്ന് വെച്ചോ, ബാറ്ററി പാക്ക് സെൽ ലെവലിൽ റിപ്പയറിങ്ങോ അങ്ങനത്തെ പരിപാടി, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഫുൾ പാക്കോടെ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും ടൊയോട്ട. ആ ഗ്യാരണ്ടി ഇപ്പം ഞാൻ ഇവിടുന്ന് ചോദിച്ച് GM-നോട് തന്നെ ചോദിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫുൾ ബാറ്ററി പാക്ക് തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ടൊയോട്ടയുടെ എല്ലാ സർവീസ് സെൻറ്ററിലും ഇബെല്ലയ്ക്ക് EM45 എന്ന് പറയുന്നൊരു പ്രത്യേകതരം സർവീസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. EM എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് മെയിൻ്റനൻസ്, അതായത് റെഗുലർ ജനറൽ സർവീസ് നമ്മൾ കൊണ്ടു ചെല്ലാന്ന് വെച്ചോ. അതായത് ഈ റീപ്ലേസ്മെൻറ്റ്സ്, എയർ ഫിൽറ്റർ, ബ്രേക്ക് പാഡ്, അങ്ങനത്തെ ഓയിൽ ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന അതിൽ ഉദ്ദേശിച്ച് റെഗുലർ നമ്മുടെ ചെക്കപ്പ് സർവീസ് നമ്മൾ കൊണ്ടു കൊടുത്താൽ 45 minutesനുള്ളിൽ സർവീസ് ചെയ്ത് നമ്മുടെ കയ്യിൽ തിരിച്ചു തരും എന്നുള്ളത് ടൊയോട്ടയുടെ ഒരു ഗ്യാരണ്ടിയാണ്. ആ ഒരു സംഗതി മാരുതി സുസുക്കിക്ക് ഇല്ല. എനിക്കും ഇതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഈ EM45 ഇവരുടെ റെഗുലർ വെഹിക്കിൾസിന് EM60 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന പ്ലാനുകളുണ്ട്. അപ്പം അതൊരു നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഓപ്ഷനാണ്. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, മാരുതി വെഹിക്കിൾസിന് 1 year റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. അതിനുശേഷം വരുന്ന പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ടോ ട്രക്കിന് ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ബെഡിന്, അങ്ങനെ നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ടൊയോട്ടയ്ക്ക് 3 years കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് പീസ് ഓഫ് മൈൻഡ് ആണ് ബേസിക്കലി ടൊയോട്ട ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, ഈ വിറ്റാര 22 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് കിട്ടും. ഓൾമോസ്റ്റ് 22 ലക്ഷത്തി സംതിങ് വരും. അണ്ടർ 22.2 lakhs ആണ്. ഇത് വന്നിട്ട് 27 lakhs പ്രോക്സിമേറ്റ് ഓൺ റോഡ് വരുന്നുണ്ട്. ആ ഒരു 4.5 lakhsന്റെ ഡെൽറ്റ റീസണബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ടൊയോട്ട തന്നെ മതി. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ പ്രൈം എക്സാമ്പിളാണ് ബെലേന. ഇതേതാ? ഗ്ലാൻസ. ഇതേതാ? ഹൈക്രോസ്. ഇതേതാ? ഗ്രാൻഡ് വിറ്റാര. എർട്ടിഗ, റൂമിയോൺ. അപ്പം ടൊയോട്ട അല്ല, മാരുതിയുടെ വെഹിക്കിളാണ് ബാഡ്ജ് എഞ്ചിനീയറിങ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടോ ആൾക്കാർ ടൊയോട്ടയുടെ വെഹിക്കിൾസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ ടൊയോട്ടയുടെ റിലയബിലിറ്റി, സർവീസ് നെറ്റ്വർക്ക്, സർവീസ് ക്വാളിറ്റി, പിന്നെ ഒരു ഓവറോൾ ടൊയോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ആശ്വാസം, ഒരു ആശ്വാസം ഫാക്ടറാണ് ഞാൻ ഈ പറയുന്നത്. അതുണ്ട്.
അതവിടെ ഉണ്ടാവും. അതിനൊരു പ്രീമിയം അവരെന്തായാലും ചാർജ് ചെയ്യും. നിങ്ങൾക്ക് ഒരു നോ നോൺസെൻസ് വെഹിക്കിൾ വേണം, റിലയബിൾ ആയിരിക്കണം, ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കണം, നല്ല വണ്ടിയാണിത്. ഞാൻ ഈ വിറ്റാരക്കകത്ത് പറഞ്ഞ പോരായ്മകൾ ഇതിനകത്തും ഉണ്ട്. ഈ ഒരു ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയുടെ കാര്യം, അലൈൻമെൻറ്റ് തെറ്റാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ബ്ലാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുമ്പോഴത്തേക്ക് സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് ഇല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതുണ്ട്, അതിവിടെ ഉണ്ട്. പിന്നെ ബൂട്ട് സ്പേസ്, ഇപ്പോഴത്തെ ടിയാഗോയ്ക്ക് ഇതിനോളം തന്നെ ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പ്രോപ്പർ SUV എന്ന് നമുക്ക് വിളിക്കാനും പറ്റില്ല, കാരണം ബൂട്ട് സ്പേസ് അത്ര പോരാ. പിന്നെന്താണ്, ഇതൊരു മാരുതിയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് ഡിസൈൻ വ്യത്യാസമുണ്ട്, സ്റ്റിയറിംഗ് വീലില് ലോഗോ വ്യത്യാസമുണ്ട്. ഇതല്ലാതെ വേറെ ഇത് ഈ വിറ്റാര അല്ല, ഇത് ഇബെല്ല ആണെന്ന് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ടൊയോട്ടയുടെ ഒരു വേർഷൻ ഓഫ് ഈ വിറ്റാര വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഡൗൺ ദ ലൈൻ കുറച്ചുകൂടെ റീസെയിൽ വാല്യൂ ഈ ബെല്ലയ്ക്കായിരിക്കും. ഐ നോ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ റീസെയിൽ വാല്യൂ സ്റ്റിൽ ഒരു ഗ്രേ ഏരിയ ആണ്. എന്നാലും ഡൗൺ ദ ലൈൻ ടൊയോട്ടയുടെ ഈ ബെല്ല എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് ഈ വിറ്റാരനെ അപേക്ഷിച്ച് മാർജിനലി ബെറ്റർ റീസെയിൽ വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ വിറ്റാര ഈ ബെല്ല എന്ന് പറയുന്ന രണ്ട് വണ്ടികൾ ഒരമ്മ പെറ്റ രണ്ട് മക്കൾ തന്നെയാണ്. മറ്റേ സിനിമയിൽ പുള്ളി പറഞ്ഞ പോലെ മറു ഉള്ളവൻ അപ്പു, മറ്റവൻ അച്ചു, വേറെ ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞു. നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ പലാൽ ടൊയോട്ടയിലാണ്. ഇവിടെയാണ് നമ്മളിന്ന് ഇബെല്ലയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന് ഇദ്ദേഹമാണ്, അഡ്വൈസറാണ്. പേരെന്തായിരുന്നു? സ്വാമിനാഥൻ. ഇദ്ദേഹമാണ് ഇവിടുത്തെ എൻ്റെ എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന് വെഹിക്കിൾ ഇന്നത്തേക്ക് അറേഞ്ച് ചെയ്ത് തന്ന്. ഇത് ഡെലിവറി വെഹിക്കിളാണ്, എന്നാലും നമുക്ക് ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇട്ട് തന്നെ വീഡിയോ എടുത്തത്. ബേസിക്കലി ഇതും ഈ വിറ്റാര ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഡ്രൈവിംഗ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ആലപ്പുഴ പലാൽ ടൊയോട്ടയ്ക്കും എന്നെ ഹെൽപ്പ് ചെയ്ത സ്വാമിനാഥൻ ചേട്ടനും താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇബെല്ലയുടെ ഇന്നത്തെ വീഡിയോ. ഇബെല്ലയുടെ എല്ലാ ആസ്പെക്ട്സും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ടൊയോട്ടാസ് ടേക്ക് ഓൺ ഈ വിറ്റാര, അതാണ് ഇബെല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ. ദ അർബൻ ക്രൂസർ ഇബെല്ല എന്നാണ് ഇവൻ്റെ ഫുൾ പേര്. അർബൻ ക്രൂസർ ഇബെല്ല ഫുൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നീ ചേച്ചി വിളിയേക്കും. ഇതുണ്ട് ക്യാൻസൽ ചെയ്യാൻ. ഇങ്ങനെയാണ് ഈ വിറ്റാരം. അപ്പം ടൊയോട്ട അല്ല, നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ ചേച്ചി.